നമസ്കാരം സുഹൃത്തുക്കളെ, പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇനി മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയില്ല, ഞാൻ പൂർണ്ണമായും തളർന്നുപോയി എന്ന് തോന്നിയ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വലിയൊരു ദുരന്തം മുന്നിൽ വരുമ്പോഴോ, വിചാരിക്കാത്ത പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴോ മനസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഭയം നമ്മളെ വിഴുങ്ങുന്നതായി തോന്നിയിട്ടുണ്ടോ? ഭയം, നിരാശ, ഉത്കണ്ഠ ഇതൊക്കെ ജാതിയോ മതമോ ദേശമോ ഇല്ലാതെ ഏതൊരു മനുഷ്യനും അനുഭവിക്കുന്ന വികാരങ്ങളാണ്. എന്നാൽ ഇതിനെയെല്ലാം അതിജീവിച്ച് ഉള്ളിൽ വറ്റാത്ത ധൈര്യവും മനഃശക്തിയും എങ്ങനെ വളർത്തിയെടുക്കാം? ഇതിന് ലോകത്തിലെ ഏറ്റവും വലിയ മനഃശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒന്നായ ഭഗവത്ഗീത നൽകുന്ന ചില പ്രപഞ്ച സത്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരാകട്ടെ, അല്ലെങ്കിൽ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരാകട്ടെ, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന വലിയൊരു ഊർജം ഈ ചിന്തകളിലുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക. നമുക്കറിയാം, കുരുക്ഷേത്ര എന്ന വലിയൊരു യുദ്ധക്കളത്തിൽ വെച്ചാണ് ശ്രീകൃഷ്ണൻ അർജുനന് ഈ ഉപദേശങ്ങൾ നൽകുന്നത്. ഭയത്തെ തിരിച്ചറിയുക, അതിനെ നേരിടുക. സ്വന്തം ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും ശത്രുപക്ഷത്ത് കണ്ട് അവരോട് യുദ്ധം ചെയ്യേണ്ടി വരുമെന്ന ഭയത്താൽ അർജുനൻ കൈകൾ തളർന്ന് വില്ലും താഴെ വെച്ച് കരയുകയാണ്. ഈ സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാറില്ലേ സുഹൃത്തുക്കളെ? പ്രതിസന്ധികൾ കണ്ട് നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ ഭഗവാൻ അർജുനനോട് പറയുന്ന മനോഹരമായ വരിയുണ്ട്. ആ വരികളുടെ അർത്ഥം വളരെ ലളിതമാണ്. അർജുന, നീ ഈ ഭീരുത്വം കാണിക്കരുത്. ഇത് നിന്റെ യഥാർത്ഥ സ്വഭാവത്തിന് ചേർന്നതല്ല. മനസ്സിൻ്റെ ഈ നിസ്സാരമായ ബലഹീനതയെ വെടിഞ്ഞ് നീ ധൈര്യത്തോടെ എഴുന്നേൽക്കൂ. ഇത് ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ പകർത്തേണ്ട ഒന്നാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ ഒളിച്ചോടുകയോ തളർന്നിരിക്കുകയോ അല്ല വേണ്ടത്. നമ്മുടെ ഉള്ളിൽ വലിയൊരു അത്ഭുത ശക്തിയുണ്ട്. നമ്മൾ പലപ്പോഴും വിചാരിക്കാറില്ലേ, എനിക്കിത് താങ്ങാൻ കഴിയില്ല എന്ന്. എന്നാൽ പ്രകൃതി അല്ലെങ്കിൽ ദൈവം നമുക്ക് താങ്ങാൻ കഴിയുന്നതേ നമ്മുടെ ജീവിതത്തിൽ തരൂ. അതുകൊണ്ട് ഏത് കഠിനമായ സാഹചര്യത്തിലും എനിക്കിതിനെ നേരിടാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുക എന്നതാണ് ധൈര്യത്തിൻ്റെ ആദ്യപടി. മനസ്സ് നിങ്ങളുടെ മികച്ച സുഹൃത്താണോ ശത്രുവാണോ എന്ന് തിരിച്ചറിയുക. നമ്മുടെ ധൈര്യത്തെയും മനഃശക്തിയെയും തീരുമാനിക്കുന്നത് നമ്മുടെ ചിന്തകളാണ്. ഗീതയിലെ 6-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി പറയുന്നുണ്ട്. തൻ്റെ മനസ്സിനെ കൊണ്ട് തന്നെ താൻ സ്വയം ഉയരണം. ഒരിക്കലും സ്വയം താഴ്ത്തിക്കെട്ടരുത്. കാരണം സ്വന്തം മനസ്സ് തന്നെയാണ് ഒരുവൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത്. ആ മനസ്സ് തന്നെയാണ് അവൻ്റെ ഏറ്റവും വലിയ ശത്രുവും. നോക്കൂ, എത്ര വലിയ മനഃശാസ്ത്ര സത്യമാണിത്. പുറത്തുള്ള ആർക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ മനസ്സ് നമ്മളെ തോൽപ്പിക്കാൻ അനുവദിക്കാതിരുന്നാൽ, ഒരു ദുഃഖവാർത്ത കേൾക്കുമ്പോഴോ ജീവിതത്തിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോഴോ പതറിപ്പോകാതെ മനസ്സിനെ ഒരു പാറ പോലെ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് സാധിക്കണം. ഞാൻ ആരോഗ്യവാനാണ്, ഞാൻ ധൈര്യശാലിയാണ്, എനിക്ക് ഏത് സാഹചര്യത്തെയും ശാന്തതയോടെ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് നമ്മുടെ ഉപബോധ മനസ്സിനോട് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കണം. നിങ്ങളുടെ മനസ്സിനെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയാൽ ഈ ലോകത്ത് നിങ്ങളെ തളർത്താൻ ഒന്നിനും കഴിയില്ല. നാളെ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഉത്കണ്ഠ നിങ്ങൾ വെടിയുക. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഭയവും മാനസിക സമ്മർദ്ദവും ഉണ്ടാകുന്നത്? നമ്മളെപ്പോഴും ഭൂതകാലത്തെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടും, അല്ലെങ്കിൽ ഭാവിയിൽ എന്ത് സംഭവിക്കും എന്നോർത്ത് ഉത്കണ്ഠപ്പെടും. ഇതിനുള്ള ശാശ്വതമായ പരിഹാരമാണ് ഗീതയിൽ പറയുന്നത്. നിനക്ക് കർമ്മം ചെയ്യാൻ, അതായത് നിലവിൽ നിന്റെ മുന്നിലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരം മാത്രമേ നിനക്കുള്ളൂ. അതിൻ്റെ ഫലത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് വ്യാകുലപ്പെടാൻ നിനക്ക് അവകാശമില്ല. ഭൂതകാലം കഴിഞ്ഞുപോയി, ഭാവി നമ്മുടെ കൈകളിലുമല്ല. നമ്മുടെ കൈകളിൽ ഇന്നത്തെ ഈ നിമിഷം മാത്രമാണുള്ളത്. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ
ഭയം കൂടാതെ ആത്മാർത്ഥമായി ചെയ്യുക. ഫലം എന്തായാലും അത് സ്വീകരിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുക. ഇതിനെയാണ് സ്ഥിതപ്രജ്ഞത എന്ന് പറയുന്നത്. അതായത് ലാഭത്തിലും നഷ്ടത്തിലും സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ശാന്തത പാലിക്കാൻ കഴിയുന്ന അവസ്ഥ. ഈ ഒരു ചിന്ത മനസ്സിൽ ഉറപ്പിച്ചാൽ ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടേണ്ടി വരില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മതം ഏതായാലും മനുഷ്യൻ്റെ മനസ്സ് ഒന്നാണ്. എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് ഉള്ളിലെ നന്മയെയും ധൈര്യത്തെയുമാണ്. ഭഗവത്ഗീതയിലൂടെ ശ്രീകൃഷ്ണൻ ലോകത്തിന് നൽകിയ സന്ദേശവും ഇതുതന്നെയാണ്. യഥാർത്ഥ പോരാളിയാവുക. ജീവിതം വലിയൊരു യാത്രയാണ്. ഇതിൽ ഉയർച്ച താഴ്ചകളുണ്ടാകാം. പക്ഷേ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. എനിക്കെല്ലാം നേരിടാനാകും. ഉള്ളിലെ ഭയത്തെ പൂർണ്ണമായും മാറ്റിവെച്ച് ആത്മവിശ്വാസത്തോടെ നാളേക്ക് വേണ്ടി ചുവടുകൾ വയ്ക്കുക. നമ്മുടെ ജീവിതം മാറ്റാൻ മറ്റാരും വരില്ല, നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ ജീവിതം മാറ്റാൻ നമ്മൾ തന്നെ വിചാരിക്കണം. ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ ചെറിയൊരു പോസിറ്റീവ് മാറ്റമെങ്കിലും ഉണ്ടാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകാൻ ഷെയർ ചെയ്യുമല്ലോ. പോസിറ്റീവ് ടോക്സ് എന്ന നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ കരുത്തോടെ, കൂടുതൽ പോസിറ്റീവ് ഊർജ്ജത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.